ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ 300 നദിയും കാവേരി, ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലിൽ. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് പലതരത്തിലുള്ള വർഗീയവാദികളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഒഴുകുന്ന എല്ലാ പുഴകളിലും വർഗീയത കണ്ടുപിടിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആളാരാണെന്നല്ലേ, ഫേസ്ബുക്കില് റെനെ റിയൽ ടോക്ക് എന്ന് പറയുന്ന ഒരു അമ്മച്ചിയാണ്. UK എന്താണ് പുള്ളിക്കാരിയുടെ വീട്. അപ്പോ പുള്ളിക്കാരി UK യിലാണുള്ളത്. ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ കടുത്ത ഒരു മോദി ഭക്തിയാണ് കേട്ടോ. BJP സപ്പോർട്ടറുമാണ്. അമ്മച്ചിക്ക് ഇന്ത്യയിൽ ഒഴുകുന്ന നദികളുടെ പേരാണ് പ്രശ്നമായിരിക്കുന്നത്. നദികൾക്കൊക്കെ ഹിന്ദു പേരാണ് പോലും. ഒരു ഒറ്റ നദി പോലും മുസ്ലിം പേരിലില്ല. എന്തായാലും അവര് പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്ത് മനസ്സിലാക്കാമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അമ്മച്ചിക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്നാണ്. അമ്മച്ചിയുടെ മനസ്സ് മുഴുവൻ വർഗീയതയാണെന്ന് മനസ്സിലായി. അതിൽ കൂടുതൽ എന്തായാലും മനസ്സിലാക്കാനില്ല. എന്തായാലും അമ്മച്ചി ഉദ്ദേശം എന്താണെന്ന് ആൾക്കാർക്കൊക്കെ മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ മുസ്ലിങ്ങളുടെ പേരിൽ ഒറ്റ നദിയും ഇല്ലെന്ന്. കാരണം മുസ്ലിങ്ങൾ എല്ലാവരും നിങ്ങൾ വലിഞ്ഞു കയറി വന്നതാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് ഹിന്ദു രാജ്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ നദികൾക്കെല്ലാം ഹിന്ദു പേര് വന്നിരിക്കുന്നതെന്ന് അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് പറയുന്ന എന്തുദ്ദേശിച്ചാണെന്ന്. ഇപ്പൊ കാവേരി, ഗംഗ, യമുന അങ്ങനെയൊക്കെ കേൾക്കുന്നതിന് ഒരു പഞ്ചുണ്ട്. ആ നദികളുടെ പേര് ആ ഒരു രീതിയിൽ കേൾക്കുമ്പോൾ ഐഷുമ്മ, ഖദീജുമ്മ, കുഞ്ഞാത്തുമ്മ, പാത്തുമ്മ ഇങ്ങനെയൊക്കെ പേരിടാൻ പറ്റുമോ? എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ഇതിനൊന്ന് ആലോചിച്ചു. അതുകൊണ്ടായിരിക്കും പണ്ട് നദികൾക്ക് പേരിട്ടപ്പോ ഹിന്ദു പേരാക്കി. അല്ലാതെ ഇപ്പൊ ഈ അമ്മച്ചിയോട് എന്ത് പറയാനാണ്? എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അൻസാരി ഉസ്താദ് ഈ അമ്മച്ചിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഒന്ന് കണ്ടു. ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇപ്പൊ മനസ്സിലായൊരു കാര്യം, ഈ 300 നദിയും കാവേരി, ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലില്ല. അറബിക്കടൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കുക അല്ല. പിന്നെ ആർക്കും ദ്രോഹമില്ലാതെ ചപ്പും ചവറും അതും ഇതും ഒക്കെ ഒഴുകി പോകുന്ന നദിയിൽ വരെ വർഗീയത. ഈ 300 നദിക്കും കാവേരി, ഗംഗയൊക്കെ പേരുള്ളത് കൊണ്ട് അതൊക്കെ നമ്മുടെ നദിയാണ്. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ ഞങ്ങൾ തൂക്കി. അറബിക്കടൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കുക. ഞങ്ങൾ അറബിക്കടലിലോട്ട് ഒരുത്തിനും വരണ്ട. അറബിക്കടൽ ഞങ്ങൾ തൂക്കി. സുമേഷേ കറക്കൂടെ സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നന്നായിട്ട് കറക്ക്. നല്ല സ്പീഡിൽ പോളൂ. ഫസ്റ്റ് സെക്കൻഡ് കറക്കണ ഇങ്ങനെ ചിരിപ്പിച്ചു പോലും. എന്ത് കോമഡിയാണെന്ന് നോക്കിയേ. കിട്ടില്ല മറുപടിയാണ് അമ്മച്ചിക്ക് കിട്ടിയത്. എന്തായാലും അമ്മയുടെ ലോജിക്ക് അനുസരിച്ച് അതേ നാണയത്തിൽ തന്നെയുള്ള ഒരു മറുപടിയാണ് ഉസ്താദ് കൊടുത്തത്. 300 നദികൾക്കും ഹിന്ദു പേരാണെങ്കിൽ അതെല്ലാം വന്ന് അവസാനിക്കുന്ന ഒരു ഒറ്റ പേരിലാണ്, അറബിക്കടൽ. അല്ല പിന്നെ വലിയ ഡയലോഗ് അടിച്ചപ്പോ പുള്ളിക്കാരി വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. എന്തായാലും അമ്മച്ചിക്ക് നല്ല ശരിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എത്ര കിട്ടിയിട്ടും ചിലര് പഠിക്കത്തില്ല, അതാണ്. ചിലർ അങ്ങനെയാണ്. അപ്പൊ അൻസാരി ഉസ്താദിനുള്ള മറുപടിയായിട്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് അമ്മച്ചിക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന വീഡിയോ. അല്ലാതെ വിവരമില്ലായ്മ ഈ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആരുണ്ട് ഇവിടെ? അപ്പൊ ഈ വീഡിയോ അമ്മച്ചിക്ക് വേണ്ടി തന്നെ അമ്മച്ചി ഡെഡിക്കേറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്നാ പിന്നെ ഈ പെണ്ണുമ്പിള്ള കണ്ണാടി തൂക്കി പറഞ്ഞാൽ പോരെന്ന്. എന്തിനാണ് വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്? ഒരാൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക. എന്തുകൊണ്ടാണ് അത് തെറ്റ്, അതിന്റെ ശരിയായിട്ടുള്ള വേർഷൻ ഇടാൻ ശ്രമിക്കുക. ശരിയാണെങ്കിൽ ജസ്റ്റ് ഗിവ് എ തംബ്. അല്ലാതെ ലോകത്തിലുള്ള ചീത്ത മുഴുവൻ അവിടെ വന്ന് എഴുതിയത് കൊണ്ട് നിങ്ങളുടെ പേരാണ് ചീത്തയാക്കുന്നത്. അതായത് നദിയുടെ വീഡിയോ ചെയ്തതിന് ശേഷം അമ്മച്ചിക്ക് നല്ല തെറിവിളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കരച്ചിലാണ് ഇപ്പൊ കേട്ടത്. അമ്മച്ചി നല്ലത് പറയേണ്ടടുത്ത് നല്ലത് പറയാനും ചീത്ത കണ്ടാൽ നല്ല തെറി പറയാനുള്ള ബോധവും ഇവിടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അമ്മച്ചി ഓരോന്ന് വന്ന് വിളിച്ചു കൂവിയിട്ട് അമ്മച്ചിയെ പൊന്നാട അണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. അത് നടക്കുന്ന കേസല്ല. തെറി പറയേണ്ടടുത്ത് തെറി തന്നെ പറയും. അതൊക്കെ കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള അപരാധങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി. ലോകത്തിലുള്ള മനുഷ്യരും യൂട്യൂബേഴ്സും എന്തുകൊണ്ടാണ് നിങ്ങൾ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. കോയമാരെ ലോകത്തിലുള്ള മനുഷ്യന്മാരെല്ലാം മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് ആരാ പറയുന്നത്? അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മച്ചി ഇത് പറയുന്നതെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും തെളിവോ കണക്കോ ഉണ്ടോ? മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ചീത്ത കേൾക്കുന്നത്, ചേച്ചിയെ പോലുള്ള വർഗീയത വിഷം വിളമ്പുന്ന എല്ലാവർക്കും കേൾക്കാറുണ്ട്. ഭൂമിയിൽ ബോധമുള്ള മനുഷ്യന്മാർ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് അർത്ഥം. സ്വന്തം രാജ്യത്തിന്റെ ഗുണം പറയുമ്പോഴും അവർക്ക് വിഷമമാണ്. സ്വന്തം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിനെ കുറ്റം പറയുമ്പോഴും അവർക്ക് വിഷമമാണ്. എന്താണ് വിഷമം? നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഇത്ര ദേഷ്യം എന്താണ്? എന്തുവാണ് ഈ പറയുന്നത്? ഇന്ത്യ എന്റെ സ്വന്തം രാജ്യമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് എല്ലാ ഇന്ത്യക്കാരും ഇവിടെ ജീവിക്കുന്നത്.
അതിൽ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ അങ്ങനെയൊന്നും ഇല്ല. വെറുതെ അല്ല നിങ്ങൾക്ക് തെറിയേർക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പടച്ചു വിടുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വന്തം രാജ്യത്തോട് ദേഷ്യമാണ് പോലും. നിങ്ങളോട് ഏതെങ്കിലും മുസ്ലിങ്ങൾ വന്ന് പറഞ്ഞു ഇന്ത്യയോട് ദേഷ്യമാണെന്നുള്ള കാര്യം? വായി തോന്നിയത് വിളിച്ചു പറയാൻ നിൽക്കല്ലേ, പറഞ്ഞേക്കാം. ചരിത്രം എന്നുള്ളത് നമ്മുടെ ഫാമിലിക്കാണെങ്കിലും ഉണ്ട്, രാജ്യത്തിനാണെങ്കിലും ഉണ്ട്. അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ചരിത്രം പറയുമ്പോൾ തുള്ളി കതിരൊരു കാര്യമില്ല. നദിയുടെ കാര്യം പറയുമ്പോൾ കടലിന്റെ കാര്യം എടുത്തുകൊണ്ട് വരിക. പറയും നിങ്ങൾ നദിയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കടലിന്റെ കാര്യവും പറയും. നദിയിലും കടലിലും വെള്ളം തന്നെയല്ലേ ഉള്ളത്. നദിയിലെ വെള്ളം എല്ലാം കടലിൽ വന്ന് ചേരുകയും ചെയ്യുന്നു. അതുകൊണ്ട് നദിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ കടലിന്റെ കാര്യം പറഞ്ഞ ഇപ്പൊ എന്താ എത്ര പ്രശ്നം? കടലിന്റെ കാര്യം എടുത്തുകൊണ്ട് വരിക. ഈവൻ കടലിന്റെ പേര് ഇവിടെ മാറ്റിയതാണ്. കടലിന്റെ പേര് മാറ്റിയതല്ലേ. അറബിക്കടലിന് പണ്ട് പല പേരുകളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സീ, അതുപോലെ തന്നെ പേർഷ്യൻ സീ, കുറെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടം കഴിയുന്നതോറും പല പേരുകളാണ് അറബിക്കടലിന് വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ പറഞ്ഞ നദികളുടെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കാനൊന്നും ഇല്ല. പേര് ഇവിടെ മാറ്റിയതാണ്. എന്നിട്ട് ആരോ ഒരുത്തന്നെ തതിരും എന്റെ അതിന്റെ അടി ഹിഹി എന്ന് പറഞ്ഞ് എനിക്ക് നല്ലത് കിട്ടി, എനിക്ക് നല്ലത്, എനിക്ക് എന്തോ കിട്ടിയെന്ന് നിങ്ങളുടെ മണ്ടത്തരം വിവരമുള്ളവർ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ചിരിക്കുവായിരുന്നു. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളായിട്ട് 100 കണക്കിന് മുസ്ലിംസ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എന്തൊക്കെ ഞാൻ അയച്ചു കൊടുത്താലും അവർ സൈലന്റ് ആയിരിക്കും. മിണ്ടാതിരുന്ന ആ തള്ളങ്ങ് പോയിക്കോളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും മറുപടി ഒന്നും പറയാനത്. അല്ലാതെ മറുപടി പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാവില്ല. എന്തിനാ വെറുതെ നിങ്ങളോട് സംസാരിച്ച് സമയവും എനർജിയും വേസ്റ്റ് ആക്കുന്നതെന്ന് വിചാരിച്ചു കാണും. അമ്മച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളെ പോലുള്ള ക്യാരക്ടർ ഉള്ളവരോട് സഹിക്കാൻ ഭയങ്കര പാടാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ പോലുള്ളവരെ നേരിടാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത്. അമ്മച്ചിയുടെ അയൽക്കാരോടും കൂട്ടുകാരോടും ഒക്കെ ഒന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും നിങ്ങൾ എത്രത്തോളം അൺസൈക്കബിൾ ആണെന്നുള്ളത്. അവർ സൈലന്റ് ആയിരിക്കും. ഇവൻ ഹൈദരാബാദ് മുസ്ലിംസ് അവർ പറയും ഇവൻ ഞങ്ങളും എഗെയിൻസ്റ്റ് ആണ്, ചീത്ത ചെയ്യുന്ന മുസ്ലിംസിന് ഞങ്ങളും എഗെയിൻസ്റ്റ് ആണ്. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ഏത് മതത്തിലാണെങ്കിലും നല്ലത് ചെയ്യുന്നവരും ഉണ്ട്, ചീത്ത ചെയ്യുന്നവരും ഉണ്ട്. അതിന് ഹിന്ദു മുസ്ലിം എന്നൊന്നും ഇല്ല. എല്ലാരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാര് അത് കഴിഞ്ഞിട്ടേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കി എന്റെ പൊന്നു തള്ളേ. എഗെയിൻസ്റ്റ് ആണ്. നല്ല മുസ്ലിംസ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ അനങ്ങത്തില്ല. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുത്താ പോരെ തള്ളേ. നിങ്ങൾ ആരാ? മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരവരുടെ രാജ്യസ്നേഹം അളക്കുവാൻ ശ്രമിക്കുകയാണ് അവര്. ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഓരോരോ ജന്മങ്ങളെ നോക്കണേ. മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞും വർഗീയത പറഞ്ഞും എല്ലാം റീച്ച് ഉണ്ടാക്കണം അവർക്ക്. പുള്ളിക്കാരിക്ക് ശ്രദ്ധിക്കപ്പെടണം, അതാണ് കാര്യം. എന്തായാലും ആ ഉദ്ദേശം നടന്നിട്ടുണ്ട്. അന്റെ ഉസ്താദിന്റെ വീഡിയോയിലൂടെ പുള്ളിക്കാരിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇവരുടെ മുഖമൊന്ന് ഓർത്തു വെച്ചു. ജന്മത്തിൽ ഇവരെ അടുപ്പിക്കരുത്. ഞാനങ്ങ് അതിശയിച്ചു പോയി. ഇത്രയും വിവരം സ്വന്തം രാജ്യത്തെ കുറിച്ച് അവർക്ക് ഇത്രയും അവരുടെ വിവരം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും തലയുള്ളവർ ആണോ നിങ്ങൾ ചാണകം എന്ന് വിളിക്കുന്ന, ചാണക സംഖ്യ എന്ന് വിളിക്കുന്ന ആ വിളിക്കുന്നവന്മാരുടെ തലയ്ക്കകത്താണ് ഇതൊക്കെ ഉള്ളത്. BJP സപ്പോർട്ട് ചെയ്യുന്നവർ ദേശസ്നേഹികളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കുറച്ചൊക്കെ അറിയാൻ മേലാത്തവരുണ്ടായിരിക്കും. ചിലരൊക്കെ ഹിന്ദുവാണ്, മുസ്ലിമാണ്, അത് വേർതിരിവാണ്, അതാണ് BJP എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും 100% അറിവുണ്ടാവണമെന്നില്ല. അവർക്ക് പയ്യെ പഠിക്കും. കോയമാർ ആക്ച്വലി സ്കൂളിൽ പോകാറില്ലേ? നിങ്ങളെ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ എഴുതുന്ന ചീത്ത പോലും തെറ്റാണ്. ഒരു ചീത്ത പോലും ശരിക്കും എഴുതാൻ അറിയത്തില്ല. നിങ്ങളിപ്പോൾ എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ദേശീയവാദിയാണ്. ഞാനൊരു പ്രാദേശികവാദിയല്ല. ഒരു സ്റ്റേറ്റിനെ മാത്രം അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നോർത്ത് എന്ന് പറയില്ല. ആ നോർത്തിലൊക്കെ പോയിക്കൊണ്ട് അവരുടെ കണ്ടു ഞാൻ കേരളത്തിലുള്ളവർക്കാണ് ഇനി ബുദ്ധി വരേണ്ടത്, നേരം വിളിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചീത്ത വിളിച്ചാലും മറ്റുള്ള സ്റ്റേറ്റിലെ കമ്പയർ ചെയ്യുമ്പോൾ ആ ചീത്ത എനിക്ക് വേറെ മീനിങ് ആയിരിക്കും. ഞാൻ അങ്ങനെ എടുക്കത്തുള്ളൂ. എക്സാമ്പിൾ, നിങ്ങൾ എന്നെ മൈരി എന്ന് വിളിക്കുക, ഞാനത് തമിഴിലെടുക്കും. എന്റെ മൈരി പിരിഞ്ഞതുപോലെ ഞാനത് കാണത്തുള്ളൂ. കാരണം അവിടെ അത് ഹെയർ ആണ്. സോ നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും ഞാനത് ചിലപ്പോൾ തെലുങ്കിലാക്കി കേൾക്കും, അല്ലെങ്കിൽ തമിഴിലാക്കി കേൾക്കും, അല്ലെങ്കിൽ ഹിന്ദിയിലാക്കി കേൾക്കും. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് വെറുതെ വിഷമിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം 100. അത് പിന്നെ അമ്മച്ചി പറയാതെ തന്നെ അറിയാം. എത്ര ചീത്ത വിളിച്ചിട്ടും ഒരു കാര്യമില്ല. മനസ്സിലാകാത്തവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തലച്ചോറിന് പകരം ചാണകം കയറ്റി വെച്ചിരിക്കുന്നവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തെറി വിളിച്ചാൽ അത് തെറിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് അതങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറയണം. അതുപോലെ ചില അവന്മാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് മോദിജി ഇഷ്ടമാണെങ്കിൽ ഇന്ത്യയിലോട്ട് വരരുതോ? UK ഇരുന്ന് പറയുന്നത് എന്താണ്? നീയൊക്കെ ജർമ്മനിയിലിരുന്ന് കുരയ്ക്കുന്ന ധ്രുവരാജ് പട്ടിയുടെ വീഡിയോസ് ഫോളോ ചെയ്തിട്ടാണല്ലോ പ്രൈം മിനിസ്റ്ററിനെ തെറി വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നും പറയാം കേട്ടോ. ജർമ്മനിയിലെ ധ്രുവറാട്ടി പട്ടി, കോക്രോച്ചിന്റെ അഭിജിത്ത് പട്ടികളൊക്കെയാണ് USA. ഇങ്ങനെ വെളിനാട്ടിലെ ആൾക്കാരെ ചീത്ത പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു സ്നേഹം. അപ്പൊ നമ്മുടെ അജിത് ഡോവൽ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ശത്രു വെളിയിലല്ല, ഇന്ത്യക്കാണ്. അതെ അതെ, എല്ലാം സമ്മതിച്ചു കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഇതിനൊക്കെ വർഗീയത മൂത്ത് പ്രാന്തായതാണ്. ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലൊന്നും കയറാൻ പോകില്ല. എന്നാലും എങ്ങനെയാണ് എന്തോ ഈ മനുഷ്യന്മാർക്കൊക്കെ ഇങ്ങനെ വർഗീയത ചിന്തിക്കാൻ പറ്റുന്നത്? എന്തിനാണ് ഇങ്ങനെ വിദ്വേഷവും പേര് നടക്കുന്നത്? എന്തായാലും ഇതൊക്കെ ആരോട് പറയാനാണ്? ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.